നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറിന് എത്ര വയസ്സായി? കൃത്യമായിട്ട് അറിയില്ല ഡോക്ടർ. എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. ഇഞ്ചക്ഷന് സൂചി കണ്ടപ്പോഴേ നിലവിളിയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വലിപ്പം എന്താണെന്ന് അറിയാമോ ബ്രാൻഡ് അംബാസിഡറിന്? എന്നാൽ അറിയണം, കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ സൂചിയല്ല, ഒരു പീരങ്കി വന്നാലും പേടിക്കാൻ പാടില്ല. മനസ്സിലായോ? ഏതായാലും ഇത് വൈറൽ പനിയാണെന്ന് തോന്നുന്നില്ല. രക്തം പരിശോധിച്ചാലേ കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിന് വീണ്ടും സൂചി കുത്തേണ്ടി വരും. കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ വേണ്ട, എന്റെ പനിയൊക്കെ പോയി. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് പനി പോകുന്നില്ല. രക്തം പരിശോധിക്കണമെങ്കിൽ നമുക്ക് നോക്കാം ഡോക്ടർ. തൽക്കാലം വരട്ടെ, ഒരു ദിവസത്തെ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് മതി. ഈ ഗുളിക എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇന്ന് രാത്രിയും നാളെ രാവിലെ ഒന്ന് കഴിച്ചു നോക്ക്. എല്ലാം ഓക്കെ ആവും. പിന്നെ കുട്ടിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. അനീമിക്കാണോ എന്ന് നോക്കണം. സമയത്തും കാലത്തും ആഹാരം കഴിക്കാറില്ലല്ലേ? കഴിക്കാറുണ്ട്. എന്നാ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. പട്ടിണി കിടന്നാൽ സൗന്ദര്യം കൂടി സ്ലിം ബ്യൂട്ടി ആകാമെന്നാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ധാരണ. ഏതായാലും വാരി വലിച്ച് കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യത്തിന് കഴിക്കാതിരിക്കരുത്, അത്രയേ ഉള്ളൂ. എന്നാ പൊയ്ക്കോളൂ, ഗുളിക സമയത്തിന് കഴിക്കണം. ശരി ഡോക്ടർ. എന്തായാലും നീ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്ക. അപ്പോഴേക്കും ഞാൻ നിനക്ക് കുറച്ച് കഞ്ഞി വെച്ച് തരാൻ പറ്റുമോ നോക്കാം. അയ്യോ വലിയ എന്തിനാ അതൊക്കെ? വെറുതെ ബുദ്ധിമുട്ടണ്ട, എനിക്ക് വിശപ്പൊന്നും. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കല്യാണി, സന്തോഷേ ഉള്ളൂ. ഇത്രയും നാളും നീ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നില്ലേ, ഇത് നിനക്ക് തിരിച്ച് സഹായം ചെയ്തു തരാനുള്ള അവസരമാണ്, അത്രേ ഉള്ളൂ. അതല്ല വലിയ കഞ്ഞി വെക്കാന്നൊക്കെ പറഞ്ഞ കൊള്ളാം. എനിക്ക് കഞ്ഞി വെക്കാനൊക്കെ അറിയാമോന്നായിരിക്കും ന്യായമായ സംശയം. അതിനല്ലേ ദേ ഈ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നത്. ദേ ഈ സാധനത്തിലാ ഇപ്പൊ നമ്മുടെയൊക്കെ ലോകം. ഇതിൽ നോക്കി ആർക്കും കഞ്ഞിയല്ല ബിരിയാണി വരെ വെക്കാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് ആവിധ ടെൻഷൻ ഒന്നും വേണ്ട. മിണ്ടാതിരുന്ന് എന്റെ കഞ്ഞി ആസ്വദിച്ചാ മാത്രം മതി. അല്ല അവിടെയല്ലേ നമ്മുടെ കിച്ചൺ? അതെ വലിയ. ഓക്കെ ഫൈൻ. നീ അല്പനേരം ഒന്ന് മയങ്ങ്, അപ്പോഴേക്കും ഞാൻ കഞ്ഞിയുമായിട്ട് വരാം. அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே, பால்மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. കല്യാണി, ഇവിടെ എല്ലാരും വലിയ ടെൻഷനില്ല. വലിയ കുഞ്ഞിന് ഇന്നലെ രാത്രി മഴ കൊണ്ടിട്ട് പനി പിടിച്ചു. വൈറൽ പനിയാണെന്നാ പറയുന്നേ. കൃഷ്ണേട്ടാ, ഇന്നത്തെ ബോർഡ് മീറ്റിംഗ് മാറ്റി വെച്ചേക്ക്. ആനന്ദ് ഇങ്ങനെ പനിച്ചു കിടക്കുമ്പോ എനിക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. അതൊന്നും സാരമില്ലമ്മേ. ഡോക്ടർ തന്ന ഇഞ്ചക്ഷനിൽ ആശ്വാസമുണ്ട്. മാത്രമല്ല അരവിന്ദ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ബോർഡ് മീറ്റിംഗ് മാറ്റുന്നത്? അതല്ല മോനെ, ദേ നോക്ക്, നിന്റെ ദേഹത്ത് ചൂട് ഇനിയും കുറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, അതാ ഏറ്റവും നല്ല മെഡിസിൻ. അതാ ഇപ്പോഴത്തെ പനിക്ക് വെള്ളം തന്നെയാ പറ്റിയ മരുന്ന്. ഏതായാലും നിങ്ങൾ അമ്മയും മോനും കൂടി ഒരു തീരുമാനത്തിലെത്ത്. ബോർഡ് മീറ്റിംഗ് മാറ്റണോ വേണ്ടേ? മാഡം, വലിയ ഞാൻ നോക്കിക്കോളാം മാഡം.
അവരില്ലാതെ മീറ്റിംഗ് വേണ്ടെന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. അഥവാ ഞാനെന്തെങ്കിലും അബദ്ധം പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷെയിമാവുന്നത് അച്ഛനും അമ്മയായിരിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല. ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ചാ അത് നിന്റെ MD സ്ഥാനത്തിന്റെ പോരായ്മയായിട്ടേ കരുതൂ. ഇത് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനിടയിൽ നിന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ബോർഡ് മീറ്റിംഗ് നടക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. ആനന്ദ് പറയുന്നതിൽ കാര്യമുണ്ട്. വെറും ഒരു പനിയുടെ പേരിൽ ബോർഡ് മീറ്റിംഗ് മാറ്റിവെച്ച ചരിത്രമില്ല. അത് പാവം നമ്മുടെ മോന്റെ കരിയറിന് കളങ്കമാവുകയും ചെയ്യും. നമ്മളായിട്ട് അതിന് അവസരം ഒരുക്കണം. എന്നാലും വിലാസിനെയും നന്ദനയും പോലും ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ കൂടി വന്നാ അത് കൊള്ളാം. ചെയർമാൻ ഇല്ലാതെ ബോർഡ് മീറ്റിംഗ് നടത്താനോ? നീ എന്തായി പറയുന്നത്? മാഡം, വല്യുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം മാഡം. കല്യാണി എത്തി, ഇനിയിപ്പോ ആളായല്ലോ. വാകില്ല, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും മീറ്റിങ്ങിന്. നമുക്ക് മീറ്റിംഗ് അധികം നീട്ടണ്ട, പെട്ടെന്ന് അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരാ. അതെ അമ്മേ, പ്ലീസ് നിങ്ങൾ പോയിട്ട് വാ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. 1/2 മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളം കൊടുക്കണം. ലൈറ്റ് ഫുഡ് മതി. ശരി മാഡം. മോനെ, അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താം. മോൻ റെസ്റ്റ് എടുക്ക്. ശരി അമ്മേ. ബ്രോ, ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ ചൂടൊക്കെ കുറഞ്ഞു. എന്നാലും പനി വന്ന സന്തോഷാണെന്ന് പറയുന്ന ആളിനെ ഞാൻ ഇപ്പോഴാ കാണണേ. കൊള്ളാം. ഞാൻ പറയാതെ പറഞ്ഞ എന്റെ ഇഷ്ടം നീ അറിയാതെ പോവാണല്ലോ കല്യാണി. അതോ നീ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നതാണോ? ഏതായാലും എന്റെ പ്രണയം നിന്നിൽ വന്നേ അവസാനിക്കൂ. നീ അത് തിരിച്ചറിയുമെന്ന് ഉറപ്പാ. വല്യുഞ്ഞ് എന്താ ആലോചിക്കണേ? കുറച്ചു നേരമായിട്ട് മുഖത്ത് നോക്കണല്ലാതെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ മിണ്ടുന്നൊക്കെ ഉണ്ട്, നീ കേൾക്കാത്ത. ശരി ശരി ആയിക്കോട്ടെ. ഈ പുറത്ത് കേൾക്കാത്ത സംസാരം വായുവിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ലേ. നമ്മളൊരു പാവ അടുക്കളക്കാരിയാ. ആ ജോലി എനിക്കറിയൂ. ഞാൻ പോയിട്ട് ഒരു ചൂട് കോഫി ആയിട്ട് വരാം. ശരി, മതി മതി. ഞാൻ കേറി വന്നപ്പോ വല്യുഞ്ഞിന് സുഖമില്ലാണ്ട് കിടക്കാണെന്ന് സുജാതേച്ചി പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്കെന്റെ ജീവൻ അങ്ങ് പോയതുപോലെയാ തോന്നിയത്. എന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ വല്യുഞ്ഞിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. വീണ്ടും വീണ്ടും അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് വിഷമമൊന്നുമില്ല കല്യാണി. സത്യം പറഞ്ഞ ഈ പനി വന്നതില് എനിക്ക് സന്തോഷമുള്ളൂന്ന് വേണം പറയാൻ. വല്യുഞ്ഞ് എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പനി വന്നതിൽ സന്തോഷിക്കുകയാണെന്നോ? കൊള്ളാൻ പറച്ചില്. സത്യം, നീ ആദ്യം പറഞ്ഞില്ലേ നിന്റെ പനിയെ എനിക്ക് പടർന്നേന്ന്. അത് സത്യമാണെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് കിട്ടാനില്ല. നിന്റെ വിഷമമല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതാ പോയിന്റ്. ഞാൻ കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരാം. എന്നാലും ചേച്ചി വലിയ കുഞ്ഞ് കഞ്ഞി വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്ക് അടുക്കളയില് പേഴ്സ് വെച്ച് മറന്നതായിരിക്കും വെച്ചാ. അതെ, പക്ഷെ എനിക്കതല്ല. നീ എന്ത് രാവിലെ പറയാഞ്ഞ്? ഒറ്റ വാക്കും വേണ്ടിയില്ലല്ലോ. ഞാനപ്പോ ജോലിക്ക് പോകാനുള്ള ധൃതിയിലായിരുന്നു അച്ഛാ. രാത്രി സമാധാനമായിട്ട് പറയാന്ന് വിചാരിച്ചു, അതുകൊണ്ടാ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഓരോന്ന് ഓർക്കുമ്പോ അച്ഛന് ഭയം തോന്നുന്നു. ദുർവിധി ഏത് നിമിഷവും ചതിക്കുമെന്നൊരു പേടി. ഏയ് അച്ഛൻ പേടിക്കണ്ട. ഞാൻ അഖില മേഡത്തിനും അച്ഛന് നൽകിയ വാക്ക് ഈ ജീവൻ പോയാലും തെറ്റിക്കില്ല അച്ഛാ. എന്നെ വിശ്വസിക്കണം പ്ലീസ്.
നീ എന്താ ചെയ്യുന്നു? എടാ നിന്റെ ലാപ്ടോപ്പ് ഞാനിന്ന് എടുത്തു. മേലി വെക്കിയാനാ. നീ ഇതിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞേ. അത് പാസ്വേഡ്. ആ അതെ, പാസ്വേഡ്. അല്ല നീ എന്താ ഇത് ആദ്യം കേൾക്കുന്ന പോലെ? ഇങ്ങെടുക്ക, പാസ്വേഡ് ഞാൻ അടിച്ചുതരാം. എടാ നോക്കട്ടാ. മനസ്സിലായി മനസ്സിലായി. KALYANI കല്യാണി അല്ലേ? പോടാ, നീ വെറുതെ ഓരോന്ന് ഊഹിക്കണ്ട. കല്യാണി എന്നൊന്നുമല്ല എന്റെ പാസ്വേഡ്. അല്ലേ? ശരി, ആ ലാപ്ടോപ്പിക്ക് വന്നേ, ഞാൻ കാണിച്ചുതരാം. ലാപ്ടോപ്പ് കള്ളം പറയില്ല മച്ചു. അതെ, എപ്പോഴും ഓണും ഓഫും ചെയ്താലേ ലാപ്ടോപ്പ് ചീത്തായി പോകും. നീ ഇപ്പൊ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. കൊള്ളാം. നീ അണ്ണാ കുഞ്ഞിനെ മരക്കറ്റം പഠിപ്പിക്കില്ലേ മച്ചു? എന്റെ ഈ ഫോണിലെ ഇപ്പോഴത്തെ പാസ്വേഡ് പുതിയ ഗേൾഫ്രണ്ടിന്റെയാ. നമ്മൾ പുരുഷന്മാരുടെ ഒരു വീക്ക്നെസ് അതായി പോയില്ലേ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 100 പാസ്വേഡ് നീ മാറ്റി കാണുമല്ലോ. ആഴ്ചയിൽ നിനക്ക് ഓരോരോ ഗേൾഫ്രണ്ട് അല്ലേ? അതിന് വേണോടാ ഒരു യോഗം. വെറുതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. ഏതായാലും മച്ചു, നീ ലാപ്ടോപ്പിലും മനസ്സിലും കല്യാണിയെ പാസ്വേഡായി ഇട്ടോണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ ഇഷ്ടം നീ അവളെ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചാലേ പറ്റൂ. ഇനി എന്തിനാ നീ ഇത് വെച്ച് താമസിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഈ ആനന്ദിനെ നശിപ്പിക്കുന്നത് ഇവൻ ഒറ്റ ഒരുത്തനാ. ആദ്യം ഇവനെ അടിച്ച് പുറത്താക്കിയാലേ പറ്റൂ. UK നിന്നും കെട്ടിയെടുത്തിരിക്കുന്ന ഒരു വൃത്തികെട്ടവൻ. നീ പറഞ്ഞിട്ടുള്ളതും ഇപ്പൊ പറയുന്ന ഒന്നും ഞാൻ മറന്നിട്ടില്ല. കല്യാണിയോടുള്ള എന്റെ ഇഷ്ടം പറയാനാ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്ന് കേറും. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഓഹോ, അപ്പൊ അങ്ങനെയായോ കാര്യങ്ങള്? സൂക്ഷിക്കണമല്ലോ. പണ്ട് കണ്ണുകളോടായിരുന്നെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഞാൻ സംസാരിക്കുന്നത് കല്യാണി തന്ന ഈ ഗിഫ്റ്റിനോടാ. എടാ, ഇത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കൃഷ്ണന്റെയും രാധയുടെയും വെറും പ്രതിമയായിട്ടേ തോന്നും. പക്ഷേ എനിക്കിത് കാണുമ്പോ ഞാനും കല്യാണിയും ചേർന്ന് നിൽക്കുന്ന പോലെയാ തോന്നുന്നത്. ഒരു വലിയ രാധയും കൃഷ്ണനും. കഷ്ടം. ഇവിടെ ആനന്ദേ, നിനക്ക് വേണമെങ്കിൽ സ്വയം കൃഷ്ണൻ എന്ന് പറയാം, ഞാൻ സമ്മതിക്കും. പക്ഷേ ആ അടുക്കളക്കാരിയെ രാധ എന്ന് പറഞ്ഞാൽ സഹിക്കില്ല ഞാൻ. അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് ആ പെണ്ണിനോട്. ഇപ്പൊ ഇവിടെ കൃഷ്ണനെ കൊല്ലാനല്ല, രാധയെ കൊല്ലാൻ വേണ്ടി ഞാനൊരു പൂതനയായിട്ട് അവതരിക്കാൻ പോവാ. നിന്റെ ഈ പ്രണയത്തെ തകർക്കാൻ. അവള് തന്ന ഈ വിഗ്രഹം കാണുമ്പോഴല്ലേ നിനക്ക് രാധയും കൃഷ്ണനും ഒക്കെ ആവാൻ തോന്നുന്നത്. ഇനി ഇത് ഇവിടെ വേണ്ട. ഇതിനെ എറിഞ്ഞുടയ്ക്കും ഞാൻ ഇപ്പൊ തന്നെ. ചേച്ചി, അത് പിന്നെ ഞാനേ എറിഞ്ഞു കളഞ്ഞത് ആനന്ദിന് ആ കല്യാണി കൊടുത്ത പ്രതിമയാ. അത് ആനന്ദ് മുറിയിൽ സൂക്ഷിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ചേച്ചി. അതെ, അവൻ എന്തിനാ ഒരു അടുക്കളക്കാരിയുടെ ഗിഫ്റ്റ് ഒക്കെ ഇത്ര കാര്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്? അതിനെ കുറിച്ചും അവളെ കുറിച്ചും ഒക്കെ പറയുമ്പോ അവന് 100 നാക്കാ. അതാ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചത്. ദേ, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ചേച്ചിക്ക് എന്നെ അടിക്കാം. കൊള്ളാൻ ഞാൻ റെഡിയാ. ദാ, എന്നെ അടിച്ചോ, ഞാൻ കണ്ണടച്ച് നിന്നോളാം. ശബരിയെ കാണിച്ചിട്ട് ഇവിടെയാണല്ലോ ഞാൻ വച്ചിരുന്നത്.
ആനന്ദ്, അമ്മ നിന്നെ എവിടെയെല്ലാം നോക്കി. ഇവിടെ നീ എന്ത് ചെയ്തോണ്ടിരിക്കുക? അത് ഞാനിവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. നിനക്ക് ലാപ്ടോപ്പിൽ എന്തെങ്കിലും വർക്കുണ്ടോ? ഇല്ല. ഓഡിറ്റർ മെയിൽ ചെക്ക് ചെയ്തിട്ട് ഉടനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാ നിന്റെ ലാപ്ടോപ്പ് എടുക്കാന്ന് വിചാരിച്ചത്. അതിനെന്താ അമ്മേ, ഞാനിപ്പോ എടുത്തുതരാം. താങ്ക്സ് ആനന്ദ്. എന്താ അമ്മേ ഇത്? ആനന്ദ്, ചോദിക്കാൻ മറന്നു. ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എന്താ? കല്യാണി എന്ന പാസ്വേഡ് അമ്മയോട് എങ്ങനെ പറയും? പറ ആനന്ദ്, നീ എന്താ മറന്നുപോയോ? പാസ്വേഡ് പറ. ഇങ്ങെടുക്കമ്മേ, ഞാൻ ഓപ്പൺ ചെയ്തുതരാം. താങ്ക്സ് ആനന്ദേ, രാവിലെ ഒന്ന് വാങ്ങിച്ചു. ഗുഡ് നൈറ്റ്. ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നീ ഒന്ന് UK വരെ പോണം. എന്നാ ടിക്കറ്റ് പറയണ്ടേ? UK-ലോ? അതമ്മേ പെട്ടെന്ന്. അതുകൊള്ളാം. നീയല്ലേ 1 മാസത്തെ റെസ്റ്റ് വേണോന്ന് പറഞ്ഞ് MD പോസ്റ്റ് അരവിന്ദിനെ ഏൽപ്പിച്ചത്. പക്ഷെ അന്ന് മുതൽ ഇവിടെ ഇങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുകയാണ് നീ. അത് ബ്രേക്ക് ചെയ്യാൻ ഇതിനൊരു ജോളി ട്രിപ്പായിട്ട് കൂട്ടിയാ മതി നീ. ഓ, എന്ത് ജോളി! ഈ അടുക്കളക്കാരിയുടെ പിറകെ ചുറ്റിത്തിരിയുന്നതാ ഇവന് ജോളി. അത്ര തന്നെ. സി ആനന്ദ്, 1 മാസം ലീവ് എടുത്ത നീ പുറത്തെങ്ങും പോവാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന എന്തിനാ ലീവ് എടുത്തതെന്ന് പോലും മറന്നുപോകും. അതുകൊണ്ട് യൂറോപ്പിലൊക്കെ ഒന്ന് പോയി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് വരുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ദാറ്റ്സ് ഓൾ. ഇല്ലമ്മേ, എനിക്കിപ്പോ ഒരു യാത്ര ചെയ്യാനൊന്നും വേണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് മുൻപേ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ നീ പോകുന്നത് വെറും ഒരു ജോളി ട്രിപ്പ് മാത്രമല്ലാന്ന് കരുതിക്കോളൂ. പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന സൂചനയോടെ ആനന്ദ് ഹെർബൽ ബ്യൂട്ടി കമ്പനി അടച്ചുപൂട്ടാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുറത്തിറക്കിയ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിൽ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാർക്കറ്റ് പിടിച്ചടക്കി കോടികൾ കൊയ്ത ഈ പ്രോഡക്റ്റിൽ വ്യാപകമായ അളവിലാണ് രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട ചിലർ പോലീസിനെയും കോടതിയെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് കോടതി കമ്പനി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ആനന്ദ് ഗ്രൂപ്പിന്റെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം എന്റെ മുഖം ഇങ്ങനെ പൊള്ളി അടർന്നത്. ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇനി വേണ്ടത് ഈ നടന്നതിനൊന്നും നമുക്ക് യാതൊരു പങ്കുമില്ലെന്ന് തെളിയിക്കുക. അതിനുശേഷം മതി ഇതിന് കാരണക്കാരായവരെ കണ്ടെത്തൽ. ഗുഡ് മോർണിംഗ് എവരിബഡി.
ചേച്ചി, പോലീസ്! എന്താണ് രാവിലെ തൃച്ചംബരത്ത് പോലീസൊക്കെ? സോറി സർ, ഞാൻ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാൻ. ഇൻസ്പെക്ടർ, നിങ്ങളിപ്പോ വന്നു നിൽക്കുന്നതേ തൃച്ചംബരത്താന്ന് ഓർമ്മ വേണം. ടി വിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ഉടനെ അറസ്റ്റ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നത് ഏത് വകുപ്പിലാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആനന്ദകൃഷ്ണനെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാം? സോറി സുഹൃത്തെ, എനിക്ക് നിങ്ങളെല്ലാവരെയും നന്നായിട്ടറിയാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അറിഞ്ഞിടത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അറസ്റ്റ് വാറണ്ടുമായിട്ടാ. ദേ, ഇതാണ് ഓർഡർ. കൊള്ളാം പ്രിയങ്ക മോളെ, നീ ഇപ്പൊ ഇറങ്ങി കളിച്ചു തുടങ്ങിയല്ലേ? നിന്നെ കാണുമ്പോ ഒരു ഉമ്മ തരുന്നുണ്ട് ഞാൻ. മിസ്റ്റർ ആനന്ദ്, പ്ലീസ് സഹകരിക്കണം. നിയമപ്രകാരം ആനന്ദകൃഷ്ണനല്ല അറസ്റ്റ് ചെയ്യേണ്ടത്, എന്നെയാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഇപ്പൊ ഈ അരവിന്ദ് കൃഷ്ണനാ, ഈ ഞാൻ. പ്രോഡക്റ്റിന്റെ പേരിലുള്ള അറസ്റ്റ് ആണെങ്കിൽ എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ. ഇൻസ്പെക്ടർ, യു ക്യാൻ അറസ്റ്റ് മീ നൗ. അരവിന്ദ്, നീ വെറുതെ ബ്രോ ഒന്നും പറയണ്ട. നിയമത്തിന്റെ വഴിക്ക് നടക്കാൻ നല്ലത്. എന്നെ അറസ്റ്റ് ചെയ്തോളൂ സർ. കാര്യങ്ങൾ കുഴയാണല്ലോ. അവനല്ലെങ്കിൽ ഇവൻ ഏതായാലും തൃച്ചംബരത്ത് നിന്ന് ഒരുത്തനകത്ത് പോവുമല്ലോ, അത് മതി. അരവിന്ദ്, സാഹസം കാണിക്കരുത്. നിന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. നീ വെറുതെ എടുത്തു ചാടാൻ നിൽക്കരുത്. അങ്ങനെയല്ല അച്ഛ. ബ്രോയുടെ കയ്യിൽ വിലങ്ങ് വെച്ചാ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ സാരമില്ല. ഇവിടെ ഇപ്പൊ നന്ദന ബാംഗ്ലൂരല്ലേ, അവള് മടങ്ങി വരുന്നവരെ ഒന്നും അറിയിക്കാതിരുന്നാ മതി. നോ,
ആനന്ദ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഫേസ് ക്രീം മുതൽ ഷാംപൂ വരെ ചെമ്പരത്തിയിൽ നിന്നും എങ്ങനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞു കൊടുത്ത എന്റെ പേരിലാണ് അതിന്റെ ഉടമസ്ഥാവകാശം. അത് നിയമപരമായിട്ട് എന്റെ പേരിലേക്ക് മാറ്റിയതിന്റെ സമ്മതപത്രവും വല്യുകുഞ്ഞിന് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. അതെ, പേറ്റന്റ് റൈറ്റ്സ് കല്യാണിദാസിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ക്രീമിലാണ് മായം കലർന്നിരിക്കുന്നതും പെൺകുട്ടികളുടെ മുഖം പൊള്ളിയിരിക്കുന്നതും. അപ്പൊ ഞാനല്ലേ അതിന്റെ ഉത്തരവാദി? അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണ് സർ. അനിയൻ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക് സർ. അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ MD ആരാണോ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കോർട്ട് ഓർഡർ എനിക്കൊന്ന് കാണണം. കോർട്ട് ഓർഡറിൽ കമ്പനിയുടെ MD അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇൻസ്പെക്ടർ, നടന്ന സംഭവങ്ങൾക്ക് കാരണക്കാരി താനാണെന്ന് കല്യാണി സ്വയം സമ്മതിക്കുമ്പോൾ MDയെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കെന്താ ഇത്ര വാശി? അതെ സർ, എന്നെ വേണം അറസ്റ്റ് ചെയ്യാൻ പ്ലീസ്. ചേച്ചി എന്തിനാ നിങ്ങൾ പിടിച്ചോണ്ട് പോന്നേ? ചേച്ചിക്കൊന്നുമില്ല, മോൻ വിഷമിക്കണ്ട. ഹലോ ആൻറ്റി. ആക്ച്വലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഞാൻ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ടായിരുന്നു. അങ്ങ് എത്തിയെന്ന് മനസ്സിലായി. അതാണ് ഇപ്പൊ ആന്റിയുടെ ഫോൺ വന്നത്. അല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അരുമ സന്തതിയെ കൈവിലങ്ങ് വെച്ച് പോലീസ് കൊണ്ടുപോയല്ലേ? കഷ്ടം. എന്ത് ചെയ്യാൻ ആന്റി? ആനന്ദിന് ഗോതമ്പുണ്ട തിന്നാനുള്ള യോഗം കിടക്കുമ്പോ നമ്മള് വിചാരിച്ചാ തടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതായാലും അഖിലാണ്ടേശ്വരി അവിടെ നെഞ്ചു നീറി അലറി വിളിക്കായിരിക്കും അല്ലേ? ഐ എം വെരി സോറി. മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസ്. ഓ, നീ ഇങ്ങനെ വിഷമിക്കാനൊന്നും നിക്കണ്ട. ഞാനും നീ പറഞ്ഞതൊക്കെ തന്നെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്. പക്ഷെ അവസാനം കഥയാകെ മാറിയും തിരിഞ്ഞും പോയി.
കല്യാണി, തൃച്ചംബരത്തെ അടുക്കളക്കാരി. അയ്യോ സോറി, ബ്രാൻഡ് അംബാസഡർ. അതും കൂടാതെ വേറെ എന്തൊക്കെയാടി നിനക്ക് അവിടെ പണി? ലക്ഷണം കണ്ടിട്ട് നീ ലോകം മൊത്തത്തിലെടുത്ത് തല തിരിച്ചു വെക്കുന്ന മട്ടാണല്ലോ. ആഹാ, അവളുടെ മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്ന കണ്ടില്ലേ? പറയടി, നീ ഏത് ക്രീമാ ഡെയിലി മോന്തയിൽ പൊറ്റുന്നത്? എത്ര നേരം? നിന്റെ കൊച്ചമ്മയുടെ സാറിന്റെ ക്രീം പുരട്ടി പാവപ്പെട്ട പെമ്പിള്ളേരുടെ മുഖം പൊള്ളിയത് മോള് കണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ താമസിയാതെ ഞാൻ കാണിച്ചു തരാം. ഒപ്പം നിന്റെ ഈ മുഖവും ഞാൻ ആ പരുവത്തിലാക്കും, മാന്തി പൊളിച്ചിട്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി മിണ്ടാത്തത്? നീ എന്താടി ഊമയാണോ? എന്നാ അതൊന്നും അറിയണമല്ലോ. ഇങ്ങോട്ട് വാടി. മാഡം, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഓ ഭാഗ്യം, അപ്പൊ ഊമയല്ല. എന്നാ പിന്നെ ഇനി നിനക്ക് സത്യം പറയാലോ. വാ തുറന്ന് നേരിട്ട് തന്നെ പറഞ്ഞോ. നിന്റെയൊക്കെ ഹെർബൽ ക്രീമിൽ കൂടുതൽ കെമിക്കൽസ് ചേർക്കാൻ പറഞ്ഞത് ആനന്ദല്ലേ? ആനന്ദ് കൃഷ്ണൻ. അവനെ രക്ഷപ്പെടുത്താനല്ലേ നീ എല്ലാ കുറ്റവും ഇപ്പോൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്? അങ്ങനൊന്നും അല്ല മാഡം. ഇവിടെ സംഭവിച്ചിരിക്കുന്ന എല്ലാ കുറ്റത്തിനും ഞാനാ കാരണക്കാരി. ഹലോ. ആ തുടങ്ങി. അറിഞ്ഞതിനേക്കാൾ കൂറ അധികമാ അവൾക്ക്. സാരമില്ല, പോലീസ് കസ്റ്റഡി എന്താണെന്ന് ഇന്ന് അവൾ അറിയും. അവളെ കൊണ്ട് നമുക്ക് വേണ്ടത് സമ്മതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടേ ഞാൻ ഇന്ന് അവളെ ഉറക്കൂ. അല്ലെങ്കിൽ നാളെ രാവിലെ ഇവള് കോടതിയിലേക്കല്ല കയറാൻ പോകുന്നത്, പോസ്റ്റ്മോർട്ടം തിയേറ്ററിലാ. ആ ശരിയപ്പോ ഞാൻ വിളിച്ചോളാം. എനിക്കിഷ്ടപ്പെട്ടു. ചെറിയൊരു ഹീറോ ലൈനൊക്കെ ഉണ്ട്. ക്രാഷ് ലാൻഡിങ്ങും ഡോറ് തുറന്നടക്കലും ആ നടത്തവും. ആനന്ദ് ഗ്രൂപ്പിന് ഇനി ഫിലിം പ്രൊഡക്ഷൻ കൂടി തുടങ്ങിക്കൂടെ? ആനന്ദ് കൃഷ്ണൻ ഹീറോ ആയിട്ട്. അത് തുടങ്ങിക്കോളാം. പക്ഷേ അതിലൊരിക്കലും ഹീറോയിൻ നീ ആയിരിക്കില്ല, അതുറപ്പാ. ഏതായാലും നീ വലിയ സന്തോഷത്തിലാണെന്ന് മനസ്സിലായി. ഒരു പാവം പെണ്ണിനെ അറസ്റ്റ് ചെയ്യിച്ചത് ആഘോഷിക്കാൻ ഇറങ്ങി തിരിച്ചായിരിക്കും അല്ലേ? എന്ന് ചോദിച്ചാ സന്തോഷം ഇല്ലാതില്ല. സത്യം പറഞ്ഞ ആനന്ദ് ഇപ്പോ കാർ ക്രോസ് ചെയ്ത് നിർത്തിയപ്പോ ഞാൻ കരുതിയത് എന്നെ കൂട്ടി വല്ല പാർക്കിലോ ബീച്ചിലോ പോകാൻ വന്നതായിരിക്കും. എന്താ, നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്താലോ? ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ നിന്നെയും കൂട്ടി പാർക്കിലേക്കും ബീച്ചിലേക്കൊന്നും അല്ല, ഇലക്ട്രിക് ശ്മശാനത്തിലേക്കാ. നിന്റെ മൂക്കിൽ പഞ്ഞിയും തിരികെ ഒരു സ്വിച്ചിട്ട് നിന്നെ അങ്ങ് കത്തിക്കാൻ. ഓ ഗോഡ്, അത്രയ്ക്കൊക്കെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞു അല്ലേ? എനിക്ക് മനസ്സിലാകും ആനന്ദേ, ആ മനസ്സിന്റെ കടലിരമ്പൽ. കോടികൾ ടേൺ ഓവർ ഉള്ള സ്വന്തം കമ്പനി പൂട്ടി സീല് വെക്കുമ്പോ ആർക്കായാലും കോപവും ദേഷ്യമൊക്കെ വരും, തികച്ചും സ്വാഭാവികം. പക്ഷേ അതിനെന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ആദ്യം വേണ്ടതേ ബിസിനസ്സില് നേരും നെറിയും കാണിക്കല. കോടികൾ ലാഭം കൊയ്യുമ്പോ കസ്റ്റമേഴ്സിന്റെ ആരോഗ്യം കൂടി നോക്കാനുള്ള ബാധ്യത ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനുണ്ട്. ബിസിനസിന്റെ നേരും നെറിയും നീ എന്നെ പഠിപ്പിക്കരുത്. അടഞ്ഞു പോയ എന്റെ കമ്പനി എങ്ങനെ തുറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കേതായാലും പക തൃച്ചംബരത്തോടല്ലേ? അതിന് ഞങ്ങളോട് ഫൈറ്റ് ചെയ്തോ? അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദക്ക് ഇടടി, മര്യാദക്ക് ഇടടി. ഒപ്പിടാൻ എന്നോട് കളിക്കുന്നോ നീ? ഈ കൈ കണ്ടോ? സ്വന്തം ഭർത്താവിനെ ഞെക്കിക്കൊന്ന കയ്യാ ഇത്. പിന്നെയായി ചീള് നീ. ഒപ്പറേ, ഒപ്പിടാൻ. ഇല്ല, ഇതിനെതിരെ ഞാൻ ഒപ്പിടില്ല. എന്തായത്? നീ എവിടേക്കാ പോകുന്നത്? എനിക്ക് കല്യാണി കാണണം ഇപ്പോ. കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. കല്യാണി കൈവലും കാണിഞ്ഞോണ്ട് ജീപ്പിൽ കയറി പോകുന്ന ദൃശ്യ കണ്ണില്. അത് കണ്ട് അലറിക്കറിയുന്ന അനിയൻകുട്ടന്റെ കരച്ചിലാ കാതില്. പകല് നമ്മളെല്ലാം വെറുതെ കണ്ടു നിന്നു. രാത്രി ആ വക്കീൽ ആളെ ഇറക്കി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നു. ഒന്നും നടന്നില്ല, ഒന്നും.
നമുക്ക് വേണ്ടി അവളിങ്ങനെ കുരിശും ചുമന്ന് ലോക്കപ്പിൽ നരകിച്ച് കിടക്കുമ്പോ ഇവിടെ തൃച്ചമ്പരത്ത് പട്ടുമത്തിൽ സുഖിച്ച് കിടക്കുന്ന നമ്മളൊക്കെ എന്ത് ദുരന്ത അമ്മ, എന്ത് ദുരന്ത. എനിക്ക് വയ്യ ഈ വീട്ടിൽ കിടന്നുറങ്ങാൻ. അച്ഛൻ ഞാൻ ഇന്ന് തന്നെ അവളെ അവിടെ ജസ്റ്റ് റിലാക്സ്, ഓക്കെ? അരവിന്ദേ, നീങ്ങി വന്നേ. മോനെ, നിനക്ക് സ്വയം തിരിച്ചറിയാനാവാത്ത 2 പ്രശ്നങ്ങളുണ്ടിപ്പോ. ഒന്ന്, പ്രായത്തിന്റെ അപക്വത. 2, നീ MD സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചതിന്റെ അസ്വസ്ഥത. 2 നിന്റെ തെറ്റല്ല, സ്വയം സംഭവിച്ചു പോയതാ. അതെ, ആനന്ദ് രാമനും നീ ലക്ഷ്മണനുമാണെന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ വനവാസത്തിന് ഇറങ്ങുമ്പോ ലക്ഷ്മണൻ നീ ഈ കാണിച്ച എല്ലാ ദേഷ്യവും കാണിച്ചിട്ടുണ്ട്. ഇവിടിപ്പോ വനവാസത്തിന് പകരം മറ്റൊരാൾ സ്റ്റേഷനിൽ പോയെന്നേ ഉള്ളൂ. അതിന് പരിഹാരം നമ്മൾ ചെയ്യും. നീ ഈ കാണിക്കുന്ന ആവേശം കാണിച്ചില്ലെന്നേ ഉള്ളൂ. എന്ത് പരിഹാരം? എന്നിട്ട് ഇതുവരെ എന്തുണ്ടായത്? കുറച്ചു നേരമല്ല നീ കിടന്ന് തിളയ്ക്കുന്നു. എന്താ നീ വിചാരിക്കുന്നത്? കല്യാണിയുടെ അവസ്ഥയില് ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? എന്നാ നിനക്ക് തെറ്റി. അച്ഛനായാലും അമ്മയ്ക്കായാലും എനിക്കായാലും നിന്റെ അതേ വികാരം തന്നെയാ ഉള്ളത്. ഒരു പക്ഷെ നിന്നെക്കാൾ കൂടുതൽ. അവളുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴരുതെന്ന് ഞങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ അർദ്ധരാത്രി ചെന്ന് സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കിയിട്ടല്ല. അതിന് ചില നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇനിയും വേണ്ട ചെയ്യും. ഞാൻ തന്നെ നേരിട്ട് പോയിട്ട്. അതാണ് നല്ലത് മോനെ. കുറച്ചു നേരമായി എന്റെ മനസ്സും വളരെ അസ്വസ്ഥോ. അരവിന്ദിന്റെ വികാരം കൂടി കാണുമ്പോ എവിടെയോ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. വക്കീലും കോടതിയും ജാമ്യവും ഒക്കെ നാളെ അതിൻ്റെതായ രീതിയിൽ നടന്നോട്ടെ. പക്ഷെ ഈ രാത്രി നീ ഒന്നവിടം വരെ പോണം. മറ്റൊന്നിനുമല്ല, നമ്മുടെ കല്യാണി ഭക്ഷണം കഴിച്ചോന്നും ഉറങ്ങിയൊന്നും അറിയാൻ മാത്രം. അതെ, ഞാനും അതേ പറയുന്നുള്ളൂ. പക്വത കുറവെന്നോ കോംപ്ലക്സ് എന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷെ കല്യാണി അവിടെ ഓക്കെ ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇപ്പൊ തന്നെ. അതിനാരാ ഇപ്പൊ സ്റ്റേഷനിൽ പോകുന്നത്? ഞാനാണോ, അച്ഛനാണോ, അതോ ബ്രോയാണോ? അമ്മ വേണം തീരുമാനിക്കാൻ. ഒരു പെണ്ണിന് വനിതാ പോലീസ് സ്റ്റേഷനിൽ പോലും സംരക്ഷണം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരെങ്ങനെയാ പോലീസിനെ വിശ്വസിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള കുറച്ച് ക്രിമിനൽസ് പോലീസിലുള്ളതുകൊണ്ട് മൊത്തത്തിൽ പോലീസുകാരോട് ആളുകൾക്ക് വെറുപ്പും അറപ്പും. ഒരാളെ കുറ്റക്കാരി എന്ന് സംശയിച്ച് അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? വേണ്ടല്ലോ. എന്തിനാ പെൺകുട്ടിയെ ഉപദ്രവിച്ചത്? ആര് നിങ്ങൾക്കതിന് അധികാരം തന്നു? ദേ, 3-ാം മുറയൊക്കെ നിർത്തലാക്കിയ കഥയൊന്നും മാഡം അറിഞ്ഞില്ലേ ഇതുവരെ? സോറി സർ. എന്ത് സോറി? ദേ, ആ വന്നിരിക്കുന്ന ആൾ ആരാന്നറിയോ നിങ്ങക്ക്? എന്റെ സ്വന്തം അനിയനാ. നോക്ക്, ആളും തരവും കണ്ടു വേണം കളിക്കാൻ, മനസ്സിലായോ? ഭരണം ഇരിക്കുന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിനകം ഞാനങ്ങ് വന്നേനെ. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ മന്ത്രിയായത്. നിങ്ങളെപ്പോലുള്ള കുറെ പോലീസുകാരെ നിലയ്ക്ക് നിർത്തിയിട്ട് കൂടിയാ. ഇനി ആ പെൺകുട്ടിയുടെ ദേഹത്ത് നിങ്ങളുടെ കൈ പതിഞ്ഞാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. സോറി സർ, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരബദ്ധം പറ്റിയതാ.